നമസ്കാരം. ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യർ നിരന്തരം പരിശീലനത്തിലൂടെ അവനെ സ്വയം പുതുക്കി പണിയുന്ന വ്യക്തിത്വത്തിനുടമയാണ്. കുട്ടിക്കാലം മുതൽ നിരവധി അനുഭവ പരിസരങ്ങളിലൂടെ, നിരവധി വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ ഒക്കെയാണ് നാം വളരുന്നതും വികസിക്കുന്നതും. ഒരു പൂർണ്ണ ബോധത്തിലേക്ക് മനുഷ്യനെത്തുന്നതിനു മുൻപ് എത്രയോ അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യരെ, അവൻ്റെ ചെയ്തികളെ, അവൻ്റെ സൂക്ഷ്മമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വ്യാപാരങ്ങളെയൊക്കെ ആഴത്തിൽ പഠിച്ച ഋഷിമാർ മനുഷ്യൻ്റെ പ്രവൃത്തിയും ചിന്തയും മനസ്സും എല്ലാം സമമായെങ്കിൽ മാത്രമേ അയാൾ ഒരു പൂർണ്ണ വ്യക്തിത്വത്തിനുടമയാകൂ എന്ന് പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. ഭാരതീയ ദർശനങ്ങളുടെ രൂപപ്പെടലിൻ്റെ വഴി ആലോചിക്കുമ്പോൾ അത് സൈദ്ധാന്തികമായി വളരെ ഉന്നതമായ ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ദർശനങ്ങളുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ പ്രായോഗികമായ ജീവിതത്തിനുള്ള വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ദാർശനിക പദ്ധതികളും ഭാരതത്തിൻ്റെ ചിന്താമണ്ഡലത്തിലുണ്ട്. യോഗദർശനം ഇന്ന് വളരെ പ്രസിദ്ധമായ, വളരെ പ്രചാരത്തിലുള്ള ഒരു ദർശനമാണ്. അതിൻ്റെ സൈദ്ധാന്തികമായ ചിന്തകൾ പോലെ തന്നെ അതിലും ഒരുപക്ഷെ വളരെ പ്രസക്തമാണ്, വളരെ പ്രസിദ്ധമാണ് യോഗദർശനത്തിൻ്റെ പ്രായോഗികമായ പരിശീലന പദ്ധതികൾ. യമ, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഒരാളെ സമമായ ചിത്തത്തിലേക്ക്, സമമായ ബുദ്ധിയിലേക്ക്, ഉദ്വേഗങ്ങളില്ലാതെ, ആകുലതകളില്ലാതെ സ്വസ്ഥവൃത്തിയിലേക്ക് നയിക്കുന്നതിന്, സമാധിയിലേക്ക് നയിക്കുന്നതിന് വളരെ പ്രായോഗികമായ പാഠങ്ങളാണ്, ക്രമികമായ വികാസമാണ് യോഗത്തിലെ അഷ്ടാംഗ യോഗത്തിലൂടെ നമുക്ക് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. അഷ്ടാംഗയോഗത്തിൻ്റെ പല തലത്തിലുള്ള ചർച്ചകൾ ഇന്ന് ഏറെ പ്രസക്തമാണ്. ഒരാശയം മാത്രം നമുക്ക് ആലോചിക്കാം. യോഗസൂത്രം മനുഷ്യനെ, പല തലങ്ങളിലുള്ള മനുഷ്യനെ നിരീക്ഷിച്ച് മനുഷ്യൻ്റെ അവസ്ഥകളെ 4 രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. അത് നാം ഇടപെടുന്ന ആളുകളിലേക്ക് ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ 4 സ്വഭാവമുള്ളവരും നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. അവരോട് ഇടപെടുമ്പോൾ നാം എന്ത് കരുതൽ സ്വീകരിക്കണം എന്ന ഒരു നിരീക്ഷണം യോഗസൂത്രം നടത്തുന്നുണ്ട്. അത് മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ, ഈ 4 ഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ വിഹരിക്കൂ എന്ന് പതഞ്ജലി മഹർഷി നമ്മളോട് പറയുന്നു. അതിൻ്റെ വളരെ ലളിതമായ ഒരു ആശയം ഇപ്രകാരം ഓർത്തെടുക്കാമെന്ന് തോന്നുന്നു. ആരോടാണ് നാം മൈത്രി സ്വീകരിക്കേണ്ടത്, അഥവാ സൗഹൃദമുണ്ടാവേണ്ടത് ആരോടാണ്? ഈ ലോകത്തിൽ നാം ഇടപെടുന്ന മനുഷ്യരിൽ നമുക്ക് സമന്മാരായിട്ടുള്ളവരുണ്ടാകും, നമുക്ക് ഇടപെടാൻ പറ്റുന്നവർ, നമ്മളെപ്പോലെയുള്ളവർ, ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആശയം കൊണ്ടുമൊക്കെ നമുക്ക് സമന്മാരായിട്ടുള്ളവർ. അവരോട് നമുക്ക് മൈത്രി ശീലിക്കാം. പക്ഷേ അത് സമന്മാരോടെ സാധിക്കൂ. ഇനി രണ്ടാമത്, നമ്മുടെ കാരുണ്യം, നമ്മുടെ പ്രത്യേകമായ പരിഗണന അർഹിക്കുന്നവരുണ്ട് സമൂഹത്തിൽ. അവരോട് യോഗസൂത്രം പറയുന്നു, അവരോട് നിങ്ങൾ കാരുണ്യം ശീലിക്കൂ. ആരോടാണ് കാരുണ്യം ഉണ്ടാകേണ്ടത്? നമുക്ക് പലപ്പോഴും അകാലത്തിൽ കാരുണ്യം ഉണ്ടാവാറുണ്ട്, അനവസരത്തിൽ കാരുണ്യം ഉണ്ടാവാറുണ്ട്. ലോകത്തിൽ കാരുണ്യം അർഹിക്കുന്നവരുണ്ട്, നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുണ്ട്. സമൂഹത്തിലെ നാം പ്രത്യേക പരിഗണന നൽകി ഒരുപക്ഷെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാവുന്നവരുണ്ട്. അവശത അനുഭവിക്കുന്നവരുണ്ട്, വേദനകളുള്ളവരുണ്ട്. അവരോട് ചേർന്നിരുന്നു കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ സാന്ത്വനം നിറഞ്ഞ ഒരു സ്പർശം, നമ്മുടെ ഒരു ചിന്ത, ഒരു പുഞ്ചിരി, ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. കരുണ ശീലിക്കേണ്ടവരാരാണ്, ആരോടാണ് കാരുണ്യമുണ്ടാകേണ്ടത് എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. അതായത് പരിഗണന അർഹിക്കുന്നവരോട്, സമൂഹത്തിൽ ജീവിതത്തിലൊക്കെ ഒരുപക്ഷെ നമ്മളെക്കാൾ പല തലങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്നവരോട് തീർച്ചയായും യോഗസൂത്രം പറയുന്നു, നിങ്ങൾ കാരുണ്യം ശീലിക്കൂ.
മൂന്നാമത്തേത് മുദിത എന്ന ഭാവമാണ്. നമുക്ക് പലപ്പോഴും അസൂയ തോന്നാവുന്ന ചിലരുണ്ട്. സമൂഹത്തിൽ നമ്മളെക്കാൾ പ്രിവിലേജുകൾ കിട്ടുന്നവർ, നമ്മളെക്കാൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, നമ്മളെക്കാൾ മിടുക്കരായവർ, നമ്മളെക്കാൾ പെട്ടെന്ന് പ്രമോഷൻ തുടങ്ങിയവ കിട്ടുന്നവർ, സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവർ. സ്വാഭാവികമാണ് മനുഷ്യ മനസ്സിൽ അസൂയ ഉടലെടുക്കുക എന്നത്. ഇങ്ങനെയുള്ളവരോട് നമ്മളെക്കാൾ ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഉന്നതങ്ങളിലാണ് എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ യോഗസൂത്രം പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ ശീലിക്കൂ. ആ വിജയം ഒരുപക്ഷെ സമൂഹത്തിന് ആവശ്യമുള്ളതായിരിക്കാം, അവർ നന്നായി കഷ്ടപ്പെട്ട് നേടിയെടുത്തതായിരിക്കാം, അവർ ജീവിതത്തിൽ ധാരാളം പരിശ്രമങ്ങളിലൂടെ സ്വായത്തമാക്കിയതായിരിക്കാം. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കൂ. ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിജയം നേടിയാൽ യാതൊരു മടിയുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടി അവരെ ഭംഗിയായി അഭിനന്ദിക്കാൻ ശീലിക്കൂ. അവരുടെ സന്തോഷത്തിൽ, അവരുടെ ഉയർച്ചയിൽ നിങ്ങൾ മനസ്സുകൊണ്ട് മുദിത, ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ ശീലിക്കൂ. ഒരു തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ അസൂയ ഇല്ലാതാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ്. സമൂഹത്തിൽ നമ്മളെക്കാൾ ഒരുപക്ഷെ നമുക്ക് തോന്നുകയാണ് അയാൾ പെട്ടെന്ന് അത് നേടിയെടുത്തല്ലോ. ഈ അസൂയ ഒഴിവാക്കാനുള്ള നല്ല ഒരു മാർഗം അയാളെ കൂടി ചേർത്ത് പിടിക്കുക, അയാളുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുക. ഇതാണ് മുദിത എന്ന ഭാവം. നാലാമത്തേത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മനോഭാവമായി യോഗസൂത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അത് ഉപേക്ഷയുടേതാണ്. ചിലരോട് നമുക്ക് കൃത്യമായ അകലം ശീലിക്കേണ്ടി വരും. ചിലരോട് നാം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് അവരുടെ വാക്കോ അവരുടെ പ്രവൃത്തിയോ എടുക്കരുത് എന്ന് തീരുമാനിക്കേണ്ടി വരും. അവരാരാണ് എന്ന് തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനം. നാം കാരുണ്യം ആരോടാണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ ശീലിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ആരെയാണ് ഉപേക്ഷിക്കേണ്ടത്. അത് അസൂയ കൊണ്ടാവരുത്, അത് നമ്മുടെ സ്വാർത്ഥത കൊണ്ടാവരുത്. മറിച്ച് നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക്, നമ്മുടെ സ്വസ്ഥതയ്ക്ക്, നമ്മുടെ ശാന്തമായ ജീവിതവൃത്തിക്ക് തടസ്സമുണ്ടാക്കുന്ന സാന്നിധ്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ടെങ്കിൽ അത് നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടാവാം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലുണ്ടാകാം, ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ താമസിക്കുന്ന തൊട്ടടുത്ത ആളിൽ നിന്നുണ്ടാകാം ഈ പ്രവണത. അങ്ങനെയൊരു പ്രവണത കണ്ടാൽ പല ചിന്തകന്മാരും ചിന്താപരമായി അപഗ്രഥിച്ചുകൊണ്ട് പല ആധുനിക ചിന്തകന്മാരും ടോക്സിക് പീപ്പിളിനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ടോക്സിക് പീപ്പിൾ എന്ന തലത്തിൽ നാം ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളോട് കൃത്യമായ അകലം ശീലിച്ചുകൊണ്ട് അയാളോട് ഉപേക്ഷ ശീലിക്കൂ. യോഗസൂത്രം പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ ചിത്തപ്രസാദത്തിന്, നിങ്ങൾ സ്വസ്ഥമായിരിക്കുവാൻ നിങ്ങൾ മൈത്രി പരിശീലിക്കൂ സമന്മാരോട്, മുദിത പരിശീലിക്കൂ, കാരുണ്യം പരിശീലിക്കൂ അർഹതയുള്ളവരോട്, ഉപേക്ഷ പരിശീലിക്കൂ അകറ്റി നിർത്തേണ്ടവരോട്. ഇങ്ങനെ സമൂഹത്തെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ എന്നാൽ സ്വസ്ഥമായ ജീവിതത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ചിന്ത ക്രമേണ പരിശീലിക്കാൻ ശ്രമിക്കാം. അങ്ങനെയാകട്ടെ നമ്മുടെ ഈ ദിവസം ആരംഭിക്കുന്നത്. നമസ്കാരം.